ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCRT 9ാം ക്ലാസ്സിലെ സയൻസിൻ്റെ ഭാഗമാണ്. 6ാമത്തെ ലെസൺ നമ്മൾ പകുതി വരെ നിർത്തിയതായിരുന്നു. അവിടെ മുതലാണ് തുടങ്ങുന്നത്. ചലനത്തിൻ്റെ ജീവശാസ്ത്രം എന്ന ലെസണിലെ ബാക്കിയുള്ള ഭാഗവും 7ാമത്തെ ലെസണുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതോടുകൂടെ 9ാം ക്ലാസ്സിലെ ബയോളജി നമ്മുടെ കംപ്ലീറ്റ് ആവും. മനുഷ്യൻ്റെ അസ്ഥികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അസ്ഥിയില്ലാതെ ചലനം സാധ്യമാകുന്ന ജീവികളാണ് പാരമീസിയം, യൂഗ്ലീന, മണ്ണിര തുടങ്ങിയവ. ജലത്തിലൂടെ മുന്നോട്ട് നീങ്ങാൻ പാരമീസിയത്തെ സഹായിക്കുന്നത് സീലിയയാണ്. സീലിയയുടെ സഹായത്തോടെയാണ് പാരമീസിയം ജലത്തിലൂടെ മുന്നോട്ട് നീങ്ങുന്നത്. കോശ ഉപരിതലത്തിൽ കാണപ്പെടുന്ന നീളം കുറഞ്ഞ പ്രോട്ടീൻ തന്തുക്കളാണ് സീലിയകൾ. കോശ ഉപരിതലത്തിൽ കാണപ്പെടുന്ന നീളം കുറഞ്ഞ പ്രോട്ടീൻ തന്തുക്കളാണ് സീലിയകൾ. യൂഗ്ലീനയെ സഞ്ചാരത്തിന് സഹായിക്കുന്നത് ഫ്ലജെല്ലമാണ്. ഫ്ലജെല്ലത്തിൻ്റെ സഹായത്തോടെയാണ് യൂഗ്ലീന സഞ്ചരിക്കുന്നത്. നീളം കൂടിയ ചാട്ട പോലുള്ള പ്രോട്ടീൻ തന്തുവാണ് ഫ്ലജെല്ലം എന്ന് പറയുന്നത്. നീളം കൂടിയ ചാട്ട പോലുള്ള പ്രോട്ടീൻ തന്തുവാണ് ഫ്ലജെല്ലം. മണ്ണിരയുടെ ശരീരത്തിൽ 2 തരം പേശികളുണ്ട്: വലയപേശികളും ദീർഘപേശികളും. ഇവയുടെ ക്രമാനുഗതമായ സങ്കോചവും പൂർവ്വസ്ഥിതി പ്രാപിക്കലുമാണ് മണ്ണിരയെ ചലിക്കാൻ സഹായിക്കുന്നത്. ഇതുകൂടാതെ ശരീരത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന സൂക്ഷ്മങ്ങളായ സീറ്റകളും സഞ്ചാരത്തിന് സഹായിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിനുണ്ടാകുന്ന സ്ഥാനാന്തരത്തെയാണ് ചലനമെന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിനുണ്ടാകുന്ന സ്ഥാനാന്തരത്തെ ചലനമെന്ന് പറയാം. ശരീരം മൊത്തമായി സ്ഥാനാന്തരം ചെയ്യുന്നതിനെയാണ് സഞ്ചാരം എന്ന് പറയുന്നത്. ശരീരം മൊത്തമായി സ്ഥാനാന്തരണം ചെയ്യുന്നതിനെയാണ് സഞ്ചാരം എന്ന് പറയുന്നത്. ഉത്തരധ്രുവത്തിൽ നിന്ന് ദക്ഷിണധ്രുവത്തിലേക്കും അവിടെ നിന്ന് തിരിച്ചും വർഷം തോറും പോയി വരുന്ന സഞ്ചാരപ്രിയന്മാരാണ് ആർട്ടിക് ടേണുകൾ. ദേശാന്തര ഗമനത്തിനായി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന അല്പായുസ്സുള്ള മനോഹരമായ ശലഭമാണ് മൊണാർക്ക് ശലഭം. ഭക്ഷണത്തിനും പ്രജനനത്തിനും വേണ്ടി 5000 കിലോമീറ്റർ വരെ സ്ഥിരമായി സഞ്ചരിക്കുന്ന പടുകൂറ്റൻ സസ്തനിയാണ് ഹംപ് ബാക്ക് തിമിംഗലം. ഭക്ഷണത്തിനും പ്രജനനത്തിനും വേണ്ടി 5000 കിലോമീറ്റർ വരെ സ്ഥിരമായി സഞ്ചരിക്കുന്ന സസ്തനിയാണ് ഹംപ് ബാക്ക് തിമിംഗലം. അടുത്തത് സസ്യചലനമാണ്. അണ്ഡാശയം ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസവസ്തുക്കൾ പരാഗനാളിയെ അണ്ഡാശയത്തിനടുത്തേക്ക് വളരാൻ സഹായിക്കുന്നു. ഇത് രാസട്രോപിക ചലനമാണ്. കീമോട്രോപ്പിസം അല്ലെങ്കിൽ രാസട്രോപിക ചലനമായിട്ടാണ് ഈ വളർച്ച ഉണ്ടാവുന്നത്. വേര് പ്രകാശത്തിൻ്റെ എതിർദിശയിൽ വളരുന്നതാണ് പ്രകാശട്രോപിക ചലനം. വേര് പ്രകാശത്തിൻ്റെ എതിർദിശയിൽ വളരുന്നതും കാണ്ഡം പ്രകാശത്തിന് നേരെ വളരുന്നതും പ്രകാശട്രോപിക ചലനമാണ്. കാണ്ഡം ജലത്തിന് എതിർദിശയിലും വേരുകൾ ജലത്തിനടുത്തേക്കും വളരുന്നത് ജലട്രോപിക ചലനമാണ്. കാണ്ഡം ജലത്തിന് എതിർദിശയിൽ വളരുന്നതും വേരുകൾ ജലത്തിനടുത്തേക്ക് വളരുന്നതും ജലട്രോപിക ചലനമാണ്. വള്ളിച്ചെടി താങ്ങിൽ ചുറ്റി വളരുന്നത് സ്പർശട്രോപിക ചലനമാണ്. ഹെപ്റ്റോട്രോപ്പിസം. വള്ളിച്ചെടി താങ്ങിൽ ചുറ്റി വളരുന്നത് സ്പർശട്രോപിക ചലനമാണ്. വേരുകൾ ഭൂഗുരുത്വ ബലത്തിന് നേരെയും കാണ്ഡം ഭൂഗുരുത്വ ബലത്തിന് എതിരായും വളരുന്നത് ഭൂഗുരുത്വ ട്രോപിക ചലനമാണ്. ജിയോട്രോപ്പിസത്തിന് ഉദാഹരണമാണ്. വേരുകൾ ഭൂഗുരുത്വ ബലത്തിന് നേരെയും കാണ്ഡം ഭൂഗുരുത്വ ബലത്തിന് എതിരായും വളരുന്നത് ഭൂഗുരുത്വ ട്രോപിക ചലനമാണ്. ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിൽ ബന്ധമുള്ള ചലനങ്ങളാണ് ട്രോപിക ചലനങ്ങൾ. ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിൽ ബന്ധമുള്ള ചലനങ്ങളാണ് ട്രോപിക ചലനങ്ങൾ. ഉദാഹരണത്തിന് വേരുകൾ ജലത്തിനടുത്തേക്ക് പോകുന്നത് ഉദ്ദീപനം മൂലമാണ്. ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിൽ ബന്ധമില്ലാത്ത ചലനമാണ് നാസ്തിക ചലനം അല്ലെങ്കിൽ നാസ്റ്റിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഉദ്ദീപന ദിശയും ചലനദിശയും തമ്മിൽ ബന്ധമില്ലാത്ത ചലനത്തെയാണ് നാസ്തിക ചലനം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് തൊട്ടാവാടി. അടുത്ത ലെസനാണ് വിഭജനം വളർച്ചയ്ക്കും പ്രത്യുൽപാദനത്തിനും. അവസാനത്തെ ലെസനാണിത്. വളർച്ച തുടങ്ങുന്നത് ഏകകോശമായിട്ടുള്ള സിക്താണ്ഡത്തിൽ നിന്നാണ്. കോശവിഭജനത്തിൻ്റെ മുഖ്യ ഘട്ടങ്ങളാണ് ഇൻ്റർഫേസ് ഘട്ടവും വിഭജന ഘട്ടവും. കോശവിഭജനത്തിൻ്റെ മുഖ്യ ഘട്ടങ്ങളാണ് ഇൻ്റർഫേസ് ഘട്ടം അല്ലെങ്കിൽ തയ്യാറെടുപ്പ് ഘട്ടം, വിഭജന ഘട്ടം. ശരീരത്തിൻ്റെ വളർച്ച സാധ്യമാക്കുന്നത് കോശവിഭജനവും കോശവളർച്ചയുമാണ്. ഒരു കോശം പൂർണ്ണ വളർച്ചയെത്തിയ കോശമായി മാറുന്നത് ഇൻ്റർഫേസിലാണ്. ഒരു കോശം പൂർണ്ണ വളർച്ചയെത്തിയ കോശമായിട്ട് മാറുന്നത് ഇൻ്റർഫേസിലാണ്.
രണ്ട് ഘട്ടവും ചാക്രികമായി ആവർത്തിക്കുന്നത് കൊണ്ട് ഇതിനെ കോശചക്രം എന്ന് പറയുന്നു. രണ്ട് ഘട്ടവും ചാക്രികമായി ആവർത്തിക്കുന്നത് കൊണ്ട് കോശചക്രം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കോശവിഭജനം രണ്ട് തരത്തിലാണുള്ളത്, ക്രമഭംഗവും ഊനഭംഗവും, മൈറ്റോസിസും മിയോസിസും. ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശവിഭജന രീതിയാണ് ക്രമഭംഗം അല്ലെങ്കിൽ മൈറ്റോസിസ്. ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശവിഭജന രീതിയാണ് ക്രമഭംഗം. ഒരു മാതൃകോശം രണ്ട് പുത്രികാ കോശങ്ങളാകുന്നത് ക്രമഭംഗത്തിലാണ്. ക്രമഭംഗത്തിൽ ആദ്യം നടക്കുന്നത് ന്യൂക്ലിയസിൻ്റെ വിഭജനമാണ്. ഈ ഘട്ടമാണ് കാരിയോകൈനസിസ് എന്ന് അറിയപ്പെടുന്നത്. ന്യൂക്ലിയസുകളെ വിഭജിക്കുന്ന ഘട്ടമാണ് കാരിയോകൈനസിസ് എന്ന് അറിയപ്പെടുന്നത്. ന്യൂക്ലിയസിനെ വിഭജിക്കുന്നത് 4 ഘട്ടങ്ങളിലൂടെയാണ്. പ്രൊഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഇങ്ങനെ 4 ഘട്ടങ്ങളിലൂടെയാണ് ന്യൂക്ലിയസ് വിഭജനം നടക്കുന്നത്. ന്യൂക്ലിയസ് വിഭജനത്തിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് പ്രോഫേസ് എന്ന് പറയുന്നത്. ഇവിടെ ക്രോമസോം ഇരട്ടിക്കുന്നു. കീലതന്തുക്കൾ രൂപം കൊള്ളുന്നതും പ്രൊഫേസിലാണ്. ക്രോമസോം ഇരട്ടിക്കുന്നതും കീലതന്തുക്കൾ രൂപം കൊള്ളുന്നതും പ്രൊഫേസിലാണ്. മെറ്റാഫേസ് ആണ് ന്യൂക്ലിയസ് വിഭജനത്തിലെ രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടമാണ് അനാഫേസ്. പുത്രികാ ക്രോമസോമുകൾ രൂപപ്പെടുന്നത് അനാഫേസിലാണ്. പുത്രികാ ക്രോമസോമുകൾ രൂപപ്പെടുന്നത് അനാഫേസിലാണ്. പുത്രികാ ന്യൂക്ലിയസുകളുടെ രൂപപ്പെടൽ നടക്കുന്നത് ടീലോഫേസിലാണ്. ന്യൂക്ലിയസ് വിഭജനത്തിലെ അവസാനത്തേതും 4ാമത്തേതുമായ ഘട്ടമാണ് ടീലോഫേസ്. പുത്രികാ ന്യൂക്ലിയസുകളുടെ രൂപപ്പെടൽ ഉണ്ടാകുന്നത് ടീലോഫേസിലാണ്. ന്യൂക്ലിയസിൻ്റെ വിഭജന ഘട്ടത്തെ നമ്മൾ പറഞ്ഞത് കാരിയോകൈനസിസ് എന്നാണ്. അതിനുശേഷം കോശദ്രവ്യ വിഭജനം നടക്കും. അതിനെ പറയുന്നതാണ് സൈറ്റോകൈനസിസ്. കോശദ്രവ്യ വിഭജനമാണ് സൈറ്റോകൈനസിസ്. ക്രമഭംഗം ഒരു നിയന്ത്രിത പ്രവർത്തനമാണ്. എത്ര തവണ കോശത്തെ വിഭജിച്ചാലും ക്രോമസോം സംഖ്യ മാറുന്നില്ല. അതിന് കാരണം ജനിതക വസ്തു ഇരട്ടിച്ചതിന് ശേഷമാണ് കോശം വിഭജിക്കുന്നത്. കലകളുടെ കേടുപാടുകൾ പരിഹരിക്കുന്നതും ശരീര വളർച്ച സാധ്യമാക്കുന്നതും ക്രമഭംഗത്തിലൂടെയാണ്. കലകളുടെ കേടുപാടുകൾ പരിഹരിക്കുന്നതും ശരീര വളർച്ച സാധ്യമാക്കുന്നതും ക്രമഭംഗത്തിലൂടെയാണ്. മനുഷ്യ വളർച്ചയിലെ ഘട്ടങ്ങളാണ്. ആദ്യം സിക്താണ്ഡമാണ് ഉണ്ടാകുന്നത്. സിക്താണ്ഡത്തിൽ നിന്നാണ് ഭ്രൂണം ഉണ്ടാകുന്നത്. ഭ്രൂണത്തിൽ നിന്നാണ് ഗർഭസ്ഥ ശിശു രൂപം കൊള്ളുന്നത്. മനുഷ്യനിലെ കൗമാരപ്രായം 10 മുതൽ 19 വയസ്സ് വരെയാണ്. 10 മുതൽ 19 വയസ്സ് വരെയാണ് കൗമാരപ്രായം. 20 വയസ്സ് കഴിഞ്ഞാൽ 20 വയസ്സായി കഴിഞ്ഞാൽ വളർച്ച നിൽക്കും. സസ്യങ്ങൾ ജീവിതകാലം മുഴുവനും വളരുന്നുണ്ട്. ഇതിന് കാരണം മെരിസ്റ്റമിക കോശങ്ങൾ ഉള്ളതുകൊണ്ടാണ്. സസ്യങ്ങൾക്ക് മെരിസ്റ്റമിക കോശങ്ങൾ ഉള്ളതുകൊണ്ട് അത് ജീവിതകാലം മുഴുവൻ വളരുന്നു. മെരിസ്റ്റമിക കോശങ്ങൾ കാണപ്പെടുന്നത് കാണ്ഡത്തിലും വേരിലുമാണ്. കാണ്ഡത്തിലും വേരിലുമാണ് മെരിസ്റ്റമിക കോശങ്ങൾ കാണപ്പെടുന്നത്. വേരിനെയും കാണ്ഡത്തെയും നീളം കൂടാൻ സഹായിക്കുന്നത് അഗ്രമെരിസ്റ്റമാണ്. വേരും കാണ്ഡവും നീളം കൂടാൻ സഹായിക്കുന്നത് അഗ്രമെരിസ്റ്റമാണ്. കാണ്ഡവും വേരും വണ്ണം വയ്ക്കാൻ സഹായിക്കുന്നത് പാർശ്വമെരിസ്റ്റമാണ്. കാണ്ഡവും വേരും വണ്ണം വയ്ക്കാൻ സഹായിക്കുന്നത് പാർശ്വമെരിസ്റ്റമാണ്. ദ്വിബീജപത്ര സസ്യങ്ങളിൽ മാത്രമാണ് പാർശ്വമെരിസ്റ്റം കാണപ്പെടുന്നത്. ദ്വിബീജപത്ര സസ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്നതാണ് പാർശ്വമെരിസ്റ്റം. കാണ്ഡം നീളം കൂടാൻ സഹായിക്കുന്നത് പർവാന്തര മെരിസ്റ്റമാണ്. കാണ്ഡത്തിൻ്റെ നീളം കൂടാൻ സഹായിക്കുന്നതും ഏകബീജപത്ര സസ്യങ്ങളുടെ പർവ്വത്തിന് മുകളിൽ കാണപ്പെടുന്നതുമാണ് പർവാന്തര മെരിസ്റ്റം. പർവാന്തര മെരിസ്റ്റം. ഏകകോശ ജീവികളിൽ ക്രമഭംഗം പ്രത്യുൽപാദനത്തിനായിട്ടാണ് നടക്കുന്നത്. ഏകകോശ ജീവികളിൽ ക്രമഭംഗം നടക്കുന്നത് പ്രത്യുൽപാദനത്തിനാണ്. ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശവിഭജന രീതിയാണ് ഊനഭംഗം അല്ലെങ്കിൽ മിയോസിസ് എന്ന് പറയുന്നത്. ബീജകോശങ്ങൾ രൂപപ്പെടുന്ന കോശവിഭജന രീതിയാണ് ഊനഭംഗം. ലൈംഗിക അവയവങ്ങളിലെ ബീജ ഉൽപാദന കോശങ്ങളിലാണ് ഊനഭംഗം നടക്കുന്നത്. 46 ക്രോമസോമുകളാണുള്ളത്. 2 തവണ ഇത് വിഭജിക്കപ്പെടുന്നു. ഊനഭംഗം 1ഉം ഊനഭംഗം 2ഉം. ക്രോമസോം സംഖ്യ പകുതി ആകുന്നതാണ് ഊനഭംഗം 1. ഊനഭംഗം 2ൽ ക്രമഭംഗത്തിന് സമാനമായിട്ടുള്ള വിഭജനമാണ് നടക്കുന്നത്. അതുകൊണ്ട് ക്രോമസോമിൽ മാറ്റം വരുന്നില്ല. ഊനഭംഗം 1ൽ 46 ക്രോമസോം 23 വിഭജിക്കപ്പെടുന്നു. 23 ക്രോമസോമുകൾ 2ആയിട്ട് വിഭജിക്കുന്ന സമയത്ത് അവിടെ മാറ്റം വരുന്നില്ല. ഇങ്ങനെയാണ് ഊനഭംഗം നടക്കുന്നത്. ലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്ന ജീവികളിൽ എത്ര തലമുറകൾ കഴിഞ്ഞാലും ക്രോമസോം സംഖ്യ സ്ഥിരമായി നിലനിൽക്കുന്നതിന് കാരണം ഊനഭംഗമാണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബയോളജിയുടെ ഭാഗത്ത് പഠിക്കാനുണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അത് കറക്റ്റായി ഫോളോ ചെയ്തവരാണെങ്കിൽ ഈ SCERT പഠനം എന്ന് പറയുന്നത് ഒരു റിവിഷൻ ആയിരിക്കും. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്